പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാണ്ടിയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. വാനിടമേ ദൈവദൂതരേ, നാഥനെ വാഴ്ത്തിടുവിൻ. അമ്പരമേ ജലസഞ്ചയമേ, നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും മിഹപരനെ, നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടെ നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ
ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്തിനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരേ, യൂദാസ്യതീയ ലേഖനം 1-ാം അധ്യായം 8 മുതൽ 13 വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. വിശുദ്ധ അനുഗ്രഹിക്കട്ടെ. സ്വപ്നങ്ങളിൽ നിമജ്ഞാനിക്കുന്ന ഈ മനുഷ്യൻ ശരീരത്തെ ശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറുകയും മഹിമയണിക്കുന്നവരെ നിന്ദിക്കുകയും ചെയ്തു. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശ്വാസിക്കട്ടെന്ന് മാത്രം പറഞ്ഞു. ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാക്കാത്ത എല്ലാ കാര്യങ്ങളും ദുഷിക്കുന്നു. വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മമാസം കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാകുകയും ചെയ്യുന്നു. അവർക്ക് ദുരിതം. എന്തുകൊണ്ടെന്നാൽ അവർ കായൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭിച്ചുകൊണ്ട് ബാലാമിനെ തെറ്റിച്ചെന്ന് വീഴുകയും കോറായുടെ പ്രക്ഷോഭത്തിൽ നശിക്കുകയും ചെയ്തു. തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നുകുടിച്ച് മർദ്ദിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹത്തെ വിരുന്നുകൾക്ക് കളങ്കമാണ്. അവർ കാറ്റിന് ത്വരിതപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ്. ഉണങ്ങിക്കടപ്പുഴകിയ ഫലശൂന്യമായ ശതകാലവർഷം പോലെയാണ്. അവർ തങ്ങളുടെ ലജ്ജയുടെ നുരന്നുയർന്ന ഉന്മത്തരങ്ങളാണ്. വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് വേണ്ടി അന്ധകാര ഗർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നാം ക്രിസ്തുതാവൂർ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 11-14 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്ധചിത്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്ധചിത്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബേൽസബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ
അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസം ഉറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വായിച്ച് കേട്ട സുവിശേഷത്തിലൂടെ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം എന്നൊരു കുടുംബം കാണാനായിട്ട് കടന്നു വന്നു. ആ കുടുംബം കടന്നു വന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അവർ വന്നു പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? അച്ഛാ, ഞങ്ങളുടെ അയൽവക്കക്കാർ ഞങ്ങൾക്കെതിരെ എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും പ്രശ്നമാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോവുക. എന്ത് ചെയ്താലും രക്ഷപ്പെടണില്ല. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛാ, ഇനി അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ കുടുംബത്തിനോ ഞങ്ങളുടെ വീടിനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളോ ഞങ്ങളുടെ വീടിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതൊന്ന് പറഞ്ഞു തന്നെ. ഞാൻ അവരോട് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു. സംസാരം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ അവർക്ക് കൊടുത്തൊരു സുവിശേഷ ഭാഗമാണ് ഇന്ന് വായിച്ച് കേട്ട സുവിശേഷ ഭാഗം. ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവർ പറഞ്ഞില്ല. കർത്താവ് കൂടെയുണ്ടെങ്കിൽ അച്ഛനൊരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ അവരോട് ഒറ്റ ചോദ്യം ചോദിച്ചോളൂ തിരിച്ച്, കർത്താവ് കൂടെ ഉണ്ടോ? അപ്പോൾ അവർക്ക് ഭയങ്കര ചിന്തിച്ചുകൊണ്ട് അവർ പറയുക, അച്ഛൻ ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരാരും നിങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്താലും, ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒറ്റ കാര്യം ചിന്തിക്കുക, കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഒരു ദുരിതവും മറ്റുള്ളവർ നിങ്ങളുടെ അയൽവക്കക്കാർ നിങ്ങൾക്കെതിരെ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. കാരണം കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ ചെയ്താലും ഒറ്റ കാര്യം ചിന്തിക്കുക, കർത്താവ് കൂടെയുണ്ടോ എന്ന് ചിന്തിക്കുക. കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ല. എന്തൊക്കെ സങ്കടം വന്നാലും കർത്താവ് അതിനുള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നു തരും. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യവും ഇത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ പലർക്കും ചിന്തയുണ്ട്, ദൈവമേ ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികരുടെ പ്രശ്നം കൊണ്ടാണോ, ഞങ്ങളുടെ അയൽവക്കക്കാർ ഞങ്ങൾക്കെതിരെ ഇതിൽ ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഉള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, സഹനങ്ങളുണ്ട്, കുരിശുകളുണ്ട്. എന്താ ചെയ്യുക? ഞാൻ പറയാ, കർത്താവിൻ്റെ സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കുക. എന്തൊക്കെ വന്നാലും കർത്താവിൻ്റെ കൂടെ നിർത്തുക. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തി കർത്താവ് നിങ്ങൾക്ക് തരും. അതാണ് ഇന്നത്തെ സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. നമ്മൾ ഓർക്കണം, നമ്മളാകുന്ന ജീവിതത്തിൻ്റെ സംരക്ഷകൻ കർത്താവ്. ആ കർത്താവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ നശിപ്പിക്കില്ല. പ്രശ്നങ്ങളുണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നല്ല, ആ പ്രശ്നങ്ങളുടെ നടുവിലും ജീവിക്കാനുള്ള വഴി ദൈവം നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കും. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അച്ഛാ, കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത 3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, പറ്റാവുന്ന എല്ലാ ദിവസത്തിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. കാരണം
നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും വിശുദ്ധ കുർബാന സ്വീകരിച്ച് നിങ്ങളുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, ആ വീട്ടിലുണ്ട്. അപ്പോൾ ഒരു ദുഷ്ടാരൂപിയും ഒരു തിന്മയും ഒരു ദുരിതവും ആ കുടുംബത്തെ ആക്രമിക്കില്ല. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. പങ്കെടുത്താൽ മാത്രം പോരാ, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, വീട്ടിൽ ഒരാളെങ്കിലും. രണ്ടാമത്തെ കാര്യം ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞത്, എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയിരിക്കണം, ജപമാല ചൊല്ലിയിരിക്കണം. ജപമാല ചെല്ലുന്നതോടൊപ്പം ബൈബിള് വായിച്ചിരിക്കണം. ഈ കാര്യം ചെയ്യാൻ പറ്റുമോ? രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ പറഞ്ഞത് എങ്ങനെയാണ്? ബൈബിള് വായിക്കണം, കൂടാതെ ജപമാല ചൊല്ലണം. മൂന്നാമത്തെ കാര്യം ഞാൻ അവരോട് പറഞ്ഞു, ആരെയും ദ്രോഹിക്കാതെ ജീവിക്കണം. കാരണം മറ്റൊരു വ്യക്തി ഒത്തിരിയേറെ നൊമ്പരപ്പെട്ട് നിനക്കെതിരെ എന്ത് ചെയ്താലും ഒരു നീതിമാന്റെ കണ്ണീരിന് വിലയുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മൂന്നാമത്തെ കാര്യം, ആരെയും ദ്രോഹിക്കാതെ ജീവിക്കണം. ഈ 3 കാര്യങ്ങളാണ് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത്. ഇന്ന് ആ കുടുംബം വളരെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, അച്ഛാ ഞങ്ങളെല്ലാവരും പള്ളി പോകണ്ട കേട്ടോ. വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ്. കർത്താവിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ ഒന്നിനെയും, ഈ ലോകത്തിലെ ഒന്നിനെയും നിങ്ങൾ പേടിക്കേണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ ഇടയ്ക്കൊക്കെ പോയി ടോക്ക് കൊടുക്കാറുണ്ട്, ധ്യാനിപ്പിക്കാൻ പോകാറുണ്ട്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാൻ നമ്മുടെ രൂപതയുടെ ഇവാഞ്ചലൈസേഷൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, എന്ന് വെച്ചാൽ ധ്യാന ടീമിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അച്ഛനാണ്. അപ്പം ഞാൻ അവിടെ ആയിരിക്കുന്ന അവസരത്തിൽ ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരു ദിവസം ഒരു ടോക്ക് കൊടുക്കാനായിട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു വ്യക്തിനെ കണ്ടുമുട്ടി. എൻ്റെ ടോക്ക് കഴിഞ്ഞിട്ട് ആ വ്യക്തി ഓടി വന്ന എൻ്റെ അടുത്ത്, അച്ഛാ പ്രാർത്ഥിക്കണം, ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയാണ്, 10-26 വയസ്സ് എനിക്ക് ആയിട്ടുള്ളൂ, പക്ഷെ കുടിക്കാതെ ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ അവനോട് കുറച്ച് നേരം സംസാരിച്ചു. അവൻ കുടി നിർത്താൻ പ്ലാൻ ചെയ്തു, നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. പിന്നീട് കുറച്ച് നാളത്തേക്ക് എനിക്ക് കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഇടയ്ക്ക് വിളിക്കും, അച്ഛാ ഞാൻ കുടിക്കുന്നില്ല, അച്ഛനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ്റെ കുടി നിർത്തി, അവൻ പള്ളി പോകാൻ തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി, എല്ലാ കാര്യങ്ങളും ശരിയായി. അവൻ്റെ വിവാഹം നടന്നു, ജോലി കിട്ടി, എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി കൊടുത്തു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഇവനവിടെ വന്നേക്കാ. ഞാൻ ചോദിച്ചു, മോനെന്ത് ഇവിടെ ധ്യാനിക്കാൻ വന്നതാണോ? അല്ല അച്ഛാ, ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ ചോദിച്ചു, എന്തേ? അച്ഛാ എനിക്കറിയാൻ പാടില്ല, അന്ന് മദ്യപാനം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റെ ജീവിതത്തിലുണ്ട് അച്ഛാ. മദ്യപാനമുണ്ട്, പുകവലിയുണ്ട്, ആവശ്യമില്ലാത്ത തെറ്റായ ബന്ധങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് അച്ഛാ. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയേ? അച്ഛാ എനിക്കറിയാൻ പാടില്ല, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഓർക്കണം, എല്ലാം കർത്താവ് കൊടുത്തിട്ട് ആ കർത്താവിനെ മറന്നുപോയി. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. പരീക്ഷയ്ക്ക് ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ്, എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കും, ദൈവമേ 10ാം ക്ലാസ്സിലെ നല്ല മാർക്ക് തന്നെ കേട്ടോ. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കർത്താവിനെ നമ്മൾ ഓർക്കാറുണ്ടോ? ചില കാര്യങ്ങൾ ജീവിതത്തിൽ തമ്പുരാൻ നടത്തി തന്നാൽ ആ കർത്താവിനോട് നന്ദി പറയാറുണ്ടോ? ചില കാര്യങ്ങൾ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന കാര്യമൊക്കെ ചെയ്തു തന്നെ കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കും, ഉപവസിക്കും, ബൈബിള് വായിക്കും, ജപമാല ചൊല്ലും, ചിലപ്പോൾ 1-2 ജപമാല ചൊല്ലും ചില കാര്യങ്ങൾ നടക്കാൻ. എൻ്റെ മകൻ വിദേശത്ത് പോകാൻ, എൻ്റെ മകളുടെ കല്യാണം നടക്കാൻ, ഇതൊക്കെ ചെയ്യും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് സുവിശേഷത്തിൽ അത് കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. എന്താണ്? അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ അത് കുറച്ചും കൂടിയൊക്കെ കുറയുമ്പോൾ അവൻ തിരിച്ചു വരും. തിരിച്ചു വരുന്നത് ഒരാളായിട്ടല്ല, 7 ആത്മാക്കളെ, വീണ്ടും ഉള്ള 7 അശുദ്ധാത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരിക, അവനെ നശിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ അവൻ പറയുക, ഈ കണ്ടുമുട്ടിയ വ്യക്തി എന്നോട് പറയുന്നത് എങ്ങനെയാ? അച്ഛൻ പണ്ടത്തേതിനേക്കാളും വഷളായേക്കാ, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ്. സ്നേഹം നിറഞ്ഞവരെ, ചില കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നേടിയതാണെങ്കിൽ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം. ആ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത്. ഒരിക്കലും ആ പ്രാർത്ഥന നഷ്ടപ്പെടുത്തി കളയരുത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ പ്രാർത്ഥന നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നീ പിന്നെയും വഷളാകും. കാരണം അശുദ്ധാത്മാക്കൾ അല്ലെങ്കിൽ അശുദ്ധാത്മാവ് നിങ്ങളെ കൂടുതലായിട്ട് പല പ്രലോഭനത്തിലേക്കും കൊണ്ടുപോകും. അപ്പം അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, കുറച്ചും കൂടിയൊക്കെ വിശുദ്ധിയോടെ നന്മയോടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക. നീ ഒരു കാര്യം നടക്കാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ജപമാല കണ്ടിന്യൂ ചെയ്യുക. ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി
നൊവേനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും പോകുന്നുണ്ടെങ്കിൽ ആ കുർബാനയെ കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും അത് നഷ്ടപ്പെടുത്തി കളയരുത്, അതൊരിക്കലും നിർത്തിക്കളയരുത്. നിർത്തിക്കളഞ്ഞാൽ പണ്ടത്തേതിനേക്കാളും വേറൊരു വലിയ കുഴിയിലേക്ക്, വലിയൊരു ഗർത്തത്തിലേക്ക് നീ പോകും എന്ന് ഓർക്കുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ 2 കാര്യങ്ങൾ ചിന്തിക്കുക. ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ സംരക്ഷണം എടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? സംരക്ഷണം എടുക്കാൻ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ഈശോയെ സ്വീകരിക്കുക. രണ്ടാമത്തെ കാര്യം, സന്ധ്യാപ്രാർത്ഥന നിർബന്ധമാക്കുക, ബൈബിൾ വായിക്കുക. 3-ാമത്തെ കാര്യം, ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നീ കണ്ടിന്യൂ ചെയ്യാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നല്ല തീരുമാനം എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെ ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാൽ എന്നെയും എൻ സർവ്വവും നിൻ തിരുബലിയിൽ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാൽ എന്നെയും എൻ സർവ്വവും നിൻ തിരുബലിയിൽ. ഹൃദയതാളമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. കരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കണേ ദൈവമേ. പ്രത്യേകിച്ച് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് പരിഹരിക്കണേ ഈശോയെ. അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ വേദനകളും ആകുലതകളും ജീവിത പ്രതിസന്ധികളും സങ്കടങ്ങളും ജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും അങ്ങയുടെ മുൻപിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അവരെ ഏൽപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, മഴയുടെ കെടുതികൾ മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ കൂടെ അങ്ങുണ്ടാകണമേ. ആശ്വാസമായി സംരക്ഷണമായി അങ്ങ് അവരെ വഴി നടത്തണേ കർത്താവേ. മഴയുടെ കെടുതികൾ മൂലം
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരത്താൽ കാത്തു സൂക്ഷിക്കുകയും യാതൊരുവിധ അപകടങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ വരാതെ എല്ലാ മക്കളെയും അങ്ങ് കാത്തുകൊള്ളുകയും ചെയ്യണേ കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഒത്തിരി കുടുംബങ്ങളിൽ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും തടസ്സങ്ങളും ഉണ്ട് കർത്താവേ. അത് പരിഹരിക്കാൻ അങ്ങ് കടന്നു വരണേ കർത്താവേ. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ മക്കൾ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. കടബാധ്യതകൾ അനുഭവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഒത്തിരിയേറെ പേര് പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. ക്യാൻസർ മൂലം, മാരകമായ അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട്. കിടപ്പ് രോഗികളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞേറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, പ്രായമായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിലൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിദൂരങ്ങളിലെ പഠനത്തിനും ജോലിക്കൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പഠിക്കുന്ന മക്കൾ, വിവിധങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവർ, ദൈവമേ, മദ്യപാനത്തിനും പുകവലിക്കും മയക്കുമരുന്നിൻ്റെയൊക്കെ ആസക്തികളിൽ പെട്ടുകിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യമുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉദാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലശ്രീമുള്ള ആദിസാധനം, യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന് ജനിച്ചവനും എന്നാൽ രക്ഷിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തുള്ള സത്യവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ
എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിലെയും ഇസ്ഹാക്കിലെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനെ ആയുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു, സ്വലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാ, സർവാധിനാഥൻ പരിശുദ്ധൻ. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു, സ്വലോകനാഥൻ പരിശുദ്ധൻ, രാജാക്കന്മാരുടെ രാജാവാ, സർവാധിനാഥൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ വാണിടുന്നത് സർവശക്തനാം സൃഷ്ടാവിനെ, മണ്ണിലേവരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ശാന. ഉന്നതങ്ങളിൽ വാണിടുന്നത് സർവശക്തനാം സൃഷ്ടാവിനെ, മണ്ണിലേവരും കീർത്തനങ്ങളാൽ ഏറ്റുപാടുന്നു ശാന. നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ
കരവിരുത്. അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്. അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും പകരം എന്തോ നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിൻ്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തോത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിൻ്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിത്യജീവൻ നൽകും ദിവ്യഭോജ്യമേ, നിത്യമാം ദിവ്യകാരുണ്യമേ, നിത്യജീവൻ നൽകും ദിവ്യഭോജ്യമേ, നിത്യമാം ദിവ്യകാരുണ്യമേ, ഓരോ ദിനവും ഉള്ളിൻ്റെ ഉള്ളിൽ തിരുവോസ്തിരൂപനായി നീയണയും,
ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ, കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ, പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, കള്ളസാക്ഷ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ദൈവമേ, നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായി തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകഗൃഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പിതാവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായികവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായികവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപണമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടകളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.